അച്ഛനെ കാത്ത് ആ പെൺകുട്ടി വീടിന് മുന്നിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുകയാണ്, അച്ഛാ എനിക്ക് കാശ് തരൂ, എനിക്ക് എന്റെ ഫ്രണ്ടുമായി വെളിയിൽ കറങ്ങാൻ പോകണമെന്ന്. കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എടുത്ത് രാജൻ ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണം, ഈ കാശൊന്നും പറ്റില്ല, ഇതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞപ്പോൾ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് മുഴുവൻ അദ്ദേഹം കൊടുക്കുകയും എന്നിട്ട് പറയുകയാണ്, നീ വെളിയിൽ പോയി കൂട്ടുകാരികളൊപ്പം എൻജോയ് ചെയ്യുവാൻ. കൂട്ടുകാരുമായി പോകുന്ന സമയത്ത് കൂട്ടുകാർ പറയുകയാണ്, ഞങ്ങൾക്ക് വിശക്കുന്നു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും കഴിച്ചാലോ എന്ന്. അപ്പോൾ ആ പെൺകുട്ടി പറയുകയാണ്, നമുക്ക് പാനിപ്പൂരി കഴിക്കാമെന്ന് പറഞ്ഞ് പാനിപ്പൂരി കഴിക്കാൻ നേരത്താണ് ആ പെൺകുട്ടി അച്ഛനെ കുറിച്ച് ആലോചിക്കുന്നത്. ഒരു ദിവസം അച്ഛൻ ജോലിക്ക് പോകുന്നതിനിടെ കാലിൽ ചെരുപ്പില്ലാത്തതുകൊണ്ട് വഴിയിൽ കിടന്ന ഒരാണി അച്ഛന്റെ കാലിൽ കയറുകയും മോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വേദന സഹിച്ചു പിടിച്ച് പോവുകയായിരുന്നു. രക്തത്തിൽ പൊതിഞ്ഞ ഒരാണി ആ പെൺകുട്ടി കാണുകയും അച്ഛനെ ഓർത്ത് കരയുകയും ചെയ്യുന്നു. അപ്പോൾ ആ പെൺകുട്ടി കയ്യിലുണ്ടായിരുന്ന പാനിപ്പൂരി ആ പെണ്ണിന് കൊടുത്തിട്ട് അച്ഛൻ തന്ന ക്യാഷ് ഒന്നും കളയാതെ ഓടിപ്പോയി ഒരു ചെരുപ്പ് മേടിച്ച് അച്ഛന് തന്നെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അച്ഛൻ ചോദിച്ചു, എന്താ നീ ഫ്രണ്ട്സിന്റെ ഒപ്പം ഒന്നും പോയില്ലെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഫ്രണ്ട്സ് അല്ല, എനിക്ക് അച്ഛനാണ് വലുത്, ഞാൻ അച്ഛന് വേണ്ടി ചെപ്പൽ മേടിച്ചു എന്ന്. നീ എന്തിനാ ചെപ്പൽ മേടിച്ചെന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി പറഞ്ഞു, അച്ഛൻ ചെരുപ്പില്ലാതെയല്ല നടക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്, അച്ഛന്റെ കാലിൽ ഇനി ആണിയൊന്നും കൊള്ളാൻ പാടില്ലെന്ന് പറഞ്ഞ് ചെരുപ്പ് കൊടുത്തിട്ട് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അച്ഛന്റെ കഷ്ടപ്പാട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക.